അപ്പോൾ കോരനെ കാത്ത് ചിരിത ഉറങ്ങാതെ കാത്തിരിക്കുകയാണ്. ബഷീറിൻ്റെ പൂവമ്പഴത്തിൽ നായികയ്ക്ക് വേണ്ടി നായകൻ പൂവമ്പഴം അന്വേഷിച്ച് പോകും. അപ്പോൾ അവളിങ്ങനെ അവനെ കാത്തിരിക്കും. വീടിൻ്റെ ഫ്രണ്ട് വാതിലൊക്കെ അടച്ച് മേശ പിടിച്ചിട്ട് അവളൊരു കത്തിയൊക്കെ ആയിട്ടാണ്ടിരിക്കുന്നത്. ഇരുന്ന് ഉറങ്ങിപ്പോവും. പക്ഷേ വീടിൻ്റെ പുറകുവശം അടയ്ക്കാൻ മറന്നു പോകും. നായകൻ അതിലൂടെ കയറി വരും. നമ്മൾ കണ്ടിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, വായിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഒരു ചെറിയ കുടിൽ മറച്ച് കെട്ടിയിരിക്കുകയാണ്. ഒരു വാതിലേ ഉള്ളൂ. വാതിലിനെ ചെറ്റ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്തു? കോരൻ എന്ത് ചെയ്തു? കൊട്ടിലിൽ ചെന്നു. ചിരിത ഉറങ്ങിയിട്ടില്ല. കതക് തുറന്ന് കതക് ഭദ്രമായി അടച്ചു കെട്ടി അവൾ അകത്തിരിക്കുകയാണ്. വള്ളമടുത്ത ശബ്ദം കേട്ട് അവൾ പേടിച്ച് ചോദിച്ചു, ആരാത്? രാത്രിയിൽ ഇവനെ വള്ളം അടുത്ത ശബ്ദം കേട്ട് എന്ത് ചെയ്തു? അവൾ പേടിച്ച് ചോദിച്ചു, ആരാത്? അപ്പം അവൻ പറഞ്ഞു, ഏനാടി, ഞാനാണടി. അവൾക്ക് ആൾ മനസ്സിലായി. അവൾ ചെറ്റ തുറന്നു, കതക് തുറന്നു. അവൾ പുറത്തിറങ്ങി. ഇങ്ങനെ എന്ത് ചെയ്തു? അവൾ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. അവൾക്ക് ആൾ മനസ്സിലായി. അവൾ ചെറ്റ തുറന്നു. അവൾ പുറത്തിറങ്ങി. അങ്ങനെ പാതിരാക്ക് ശേഷം അടുപ്പിൽ തീയെരിഞ്ഞു. പാതിരാക്ക് ശേഷം എന്ത് ചെയ്തു? അടുപ്പിൽ തീയെരിഞ്ഞു. ആ കുടിലിൽ വെളിച്ചമുണ്ടായി. കോരൻ വയറ്റിൽ സുഖമില്ലെന്ന് നടിച്ചു കിടന്നു. കഞ്ഞിയും കപ്പയും കാലമായപ്പോൾ ചിരിത കോരനെ വിളിച്ചുണർത്തി. അല്പമെങ്കിലും കുടിച്ചേ മതിയാകൂ. ഒരു കഷ്ണം കപ്പയും ഒരു പ്ലാവിലക്കഞ്ഞിയും. കോരൻ മുഖം ചുളുക്കി പറഞ്ഞു. ഏനും വേണ്ട. എന്നാൽ ഏനും കുടിക്കത്തില്ല. ഏനു മയറ്റിലൊരു കമ്പിതമിടി. ചിരിതയ്ക്കും വാശിയുണ്ട്. അവസാനം അവളുടെ പ്രേരണയ്ക്ക് കോരൻ വശപ്പെട്ടുപോയി. ഒരു ചട്ടിയുടെ ഇരുവശവുമായി ഭാര്യയും ഭർത്താവും ഇരുന്നു. അടുപ്പിലെ എരുതിയുടെ വെളിച്ചത്തിൽ അവർ കഞ്ഞി കുടിച്ചു തുടങ്ങി. അവൾ പറഞ്ഞു, ഇത് കഞ്ഞി കുടിക്കുന്നെന്ന ഭാവമേയുള്ളൂ. അല്ലടി, ഏൻ കുടിക്കുക? അന്ന് വെച്ച കഞ്ഞിയിൽ നിന്നും ഒരു നല്ല അംശം അവൾ സൂക്ഷിച്ചു വച്ചിരുന്നു. അത് കോരൻ കണ്ടുപിടിച്ചു. എടി കള്ളി, നീ ഇത് ഒളിച്ചു വച്ചിരുന്നു. അവൾ ചിരിച്ചു. അവളുടെ താടിയിൽ വാത്സല്യപൂർവ്വം ഒന്ന് കുത്തിയിട്ട് അവൻ ചോദിച്ചു, എന്തിനാ ഇത്? നാഴി അരിയല്ലയോ വച്ചുള്ളൂ, നീ കുടി. നാളെ ഉച്ചതിരിഞ്ഞല്ലയോ നാഴിക്കഞ്ഞുള്ളം കിട്ടുന്നേ. പാര ഇടിക്കാനും മുങ്ങിക്കുത്താനും ഉള്ളതല്ലയോ. കാലത്ത് ഒന്ന് കലക്കി മോന്തിക്കൊണ്ട് പാം. എന്നൊക്കെയാണ്. അവൾക്ക് ആള് മനസ്സിലായി. നേരത്തെ നമ്മൾ പറഞ്ഞു, വീടിൻ്റെ ചെറ്റ എന്നാൽ വാതിൽ, ചെറിയൊരു കുടിലാണ്, ഓല കൊണ്ട് മറച്ചതൊക്കെ ആയിരിക്കാം. അങ്ങനെ എന്ത് ചെയ്തു? ആ വാതിൽ അവൾ തുറന്നു. അവൾ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. പാതിരാക്ക് ശേഷം വീട്ടിൽ എന്ത് ചെയ്തു? അടുപ്പിൽ തീയെരിഞ്ഞു. എല്ലാവരും ഉറങ്ങുന്ന സമയം, ഉറങ്ങി നല്ല ഉറക്കത്തിലേക്കാണ് പോകുന്ന സമയമാണ്. ആ സമയത്ത് അടുപ്പിൽ തീയെരിഞ്ഞു. ആ കുടിലിൽ വെളിച്ചമുണ്ടായി. അങ്ങനെ അവിടെ ഒരു വെട്ടമുണ്ടായി, വെളിച്ചമുണ്ടായി. കോരൻ വയറ്റിൽ സുഖമില്ലെന്ന് നടിച്ചു കിടന്നു. അപ്പോൾ കോരൻ വയറ്റിന് വേറെ പ്രശ്നമൊന്നുമില്ല എങ്കിലും വയറ്റിൽ സുഖമില്ലെന്ന് നടിച്ചു കിടന്നു, അഭിനയിച്ചു കിടന്നു. ഇല്ലാത്തത് എന്ത് ചെയ്തു? ഉണ്ടെന്ന് പറഞ്ഞ് കിടന്നു. കഞ്ഞിയും കപ്പയും കാലമായപ്പോൾ എന്താണ്? കഞ്ഞിയും കപ്പയും പാകമായപ്പോൾ അതെന്ത് ചെയ്തു? ഭക്ഷണം പാകമായി, പാകമായപ്പോൾ, കഴിക്കാനുള്ളതായപ്പോൾ ചിരിത കോരനെ വിളിച്ചുണർത്തി. അല്പമെങ്കിലും കുടിച്ചേ മതിയാകും. ഒരു കഷ്ണം കപ്പയും ഒരു പ്ലാവില കഞ്ഞിയും. ഒരു കഷ്ണം കപ്പയെങ്കിലും കഴിക്കണം. കോരൻ മുഖം ചുളുക്കിപ്പാൻ. ഏനും വേണ്ട, എനിക്ക് വേണ്ടീ. ഒന്നൊക്കെയാണ്. ഇവിടെ കുറച്ചേ ഉള്ളെന്ന് അവൾക്ക് പോലും തികയില്ലെന്ന് അയാൾക്കറിയാം. എങ്കിലും അവൾക്കും അറിയാം അത് ആർക്കും തികയില്ലെന്ന് അവൾക്കും അറിയാം. എങ്കിലും ഉള്ളത് എന്ത് ചെയ്യുന്നു? പങ്കിട്ട് കഴിക്കാനുള്ള ആ മാനസിക വിശാലത, ആ സ്നേഹം. അവൾ നേരത്തെ പറഞ്ഞു, വേരുകളെന്ന് പറഞ്ഞില്ലേ? അവിടെ ആ ഉണ്ടാവേണ്ട സ്നേഹമാണ്, പരസ്പര സ്നേഹം. ഒന്നിനെ ആശ്രയിച്ചേ മറ്റൊന്നിനെ ജീവിക്കാൻ പറ്റൂ. അപ്പം അതുണ്ടെങ്കിലേ മറ്റൊന്നിന് ജീവിക്കാൻ പറ്റുമെന്ന അവസ്ഥ. ഒന്നുണ്ടെങ്കിലേ മറ്റൊന്ന് നിലനിൽപ്പുള്ളൂ. ഇവിടെ കോരന് ചിരിതയും വേണം, ചിരിതയ്ക്ക് കോരനും വേണം. അപ്പോൾ അവർക്ക് ഇടയിലുള്ള ആ സ്നേഹം, അതാണ് എന്ത് ചെയ്യുന്നത്? അവരെ ഊട്ടിയുറപ്പിച്ച് നിർത്തുന്നത്. ഏനും വേണ്ട അവൻ പറഞ്ഞു. പക്ഷെ അവളെന്ത് ചെയ്യില്ല, അവള് വിട്ടുകൊടുത്തില്ല. അവളെന്ത് ചെയ്യില്ല, എന്നാൽ ഏനും കുടിക്കത്തില്ല. അവൾ വീണ്ടും പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട, എന്നാൽ ഏനും കുടിക്കത്തില്ല.
ഏനും വയറ്റിലൊരു കമ്പിതമിടി. ഞാൻ വെറുതെ അല്ല പറയുന്നത്, എനിക്ക് വയറ്റിലൊരു കമ്പിതം എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് വയറ്റിലൊരു പ്രശ്നം. ചിരിതയ്ക്കും വാശിയുണ്ട്. നോക്കിയാണ്, വാശിയുടെ കാര്യത്തിൽ ആരും പിറകിലല്ല, ചിരിതയും പിറകിലല്ല, അവൾക്കും വാശിയുണ്ട്. കമ്പിതം എന്ന് പറഞ്ഞാൽ കമ്പനം, അസ്വസ്ഥത, വയറിന് ഇളക്കം എന്ന് പറഞ്ഞാൽ ഒരു കമ്പനം, ഒരു അസ്വസ്ഥത എന്ന വാക്കിനർത്ഥം അസ്വസ്ഥത. ചിരിതയ്ക്കും വാശിയുണ്ട്. അവസാനം അവളുടെ പ്രേരണയ്ക്ക് കോരൻ വശപ്പെട്ടു. അവസാനം നോക്കിയാണ്, അവൾ എന്ത് ചെയ്തു? അവൾ വാശി പിടിച്ചപ്പോൾ അവളുടെ വാശിക്ക് മുന്നിൽ ആരുടെ വാശി ഇല്ലാതായി? കോരൻ്റെ വാശി ഇല്ലാതായി. അപ്പം നോക്കിയാൽ ആ വാശി എന്ന് പറഞ്ഞാൽ വിരോധമോ വെറുപ്പോ ഉള്ള വാശിയല്ല, സ്നേഹത്തിലുള്ള വാശിയാണ്. അവൾക്കുള്ളത് മുഴുവൻ അയാൾ കഴിച്ചെന്നോ അയാൾക്കുള്ളത് അവൾ കഴിക്കുന്നെന്നുള്ള വാശിയല്ല, ഉള്ളത് പങ്കിട്ട് കഴിക്കണം, രണ്ടുപേരും പങ്കിട്ട് കഴിക്കണം, ആ വാശിയാണ്. അവസാനം എന്ത് ചെയ്തു? അവളുടെ പ്രേരണയിൽ കോരൻ വശപ്പെട്ടു. ഒരു ചട്ടിയുടെ ഇരുവശവുമായിട്ട് ഭർത്താവും ഭാര്യ, പാത്രമൊന്നുമില്ല, ചട്ടിയാണ് അല്ലേ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പാത്രമാണ്. ചട്ടി എന്നാണ് പറയുന്നത്. ഒരു ചട്ടിയുടെ ഇരുവശവുമായി ഭാര്യയും ഭർത്താവും ഇരുന്നു. അടുപ്പിലെ എരുതിയുടെ വെളിച്ചത്തിൽ, വേറെ വിളക്കൊന്നും പറയുന്നില്ല, അടുപ്പിലുള്ള തീയുടെ വെളിച്ചത്തിൽ അവർ കഞ്ഞി കുടിച്ചു തുടങ്ങി. അവൾ പറഞ്ഞു, ഇത് കുടിക്കുന്നെന്ന ഭാവമേ ഉള്ളൂ. നോക്കിയാണ്, ഇത് കുടിക്കുന്നൊന്നുമില്ല, ചുമ്മാ എന്നെ പറ്റിക്കാൻ വേണ്ടി അടുത്ത് വന്നിരിക്കുകയാണ്. കുടിക്കുന്നെന്ന ഭാവമേ ഉള്ളൂ. ഭാവം എന്ന് പറഞ്ഞാൽ ഭാവം. അല്ലടി ഏൻ, ഞാൻ കുടിക്കുകയാണ്, നിനക്ക് കണ്ടൂടെ? അന്ന് വെച്ച കഞ്ഞിയിൽ നിന്നും ഒരു നല്ല അംശം അവൾ സൂക്ഷിച്ചു വച്ചിരുന്നു. അത് കോരൻ കണ്ടുപിടിച്ചു. നോക്കണം, കുറച്ച് ഭാഗം അവൾ എന്ത് ചെയ്തു? എടുത്ത് മാറ്റി വെച്ചു. അതിലില്ല എങ്കിലും കുറച്ച് അവളെടുത്ത് മാറ്റി വയ്ക്കണം. അപ്പോൾ അദ്ദേഹം ചോദിക്കാണ്, എടി കള്ളി, അയാൾ ചോദിക്കാണ്, എടി കള്ളി, നീ ഇത് ഒളിച്ചു വച്ചിരിക്കുകയാണ് നീ, ബാക്കി വരെ മാവ് ഉപയോഗിക്കുന്നു, ഒളിച്ചു വച്ചിരുന്ന. അവൾ ചിരിച്ചു. അവളുടെ താടിയിൽ വാത്സല്യപൂർവ്വം ഒന്ന് കുത്തിയിട്ട് അവൻ ചോദിച്ചു. സ്നേഹത്തോട് തലോടിയിട്ട് എന്ത് ചെയ്തു? അവൻ ചോദിച്ചു. എന്താണ് ചോദിച്ചാ? എന്തിനാ ഇത്? നാഴി അരിയല്ലയോ മച്ചുള്ളൂ, നീ കുടി. കുറച്ചല്ലേ വച്ചോളൂ, നീ അതിനെന്തിനാണ് മാറ്റി വയ്ക്കുന്നത്? നീ കുടി. നാളെ ഉച്ച തിരിഞ്ഞല്ലയോ നാഴി കഞ്ഞോളം കിട്ടുന്നേ. നാളേന് ഉച്ച തിരിഞ്ഞിട്ടല്ലേ നിനക്ക് വല്ലതും കിട്ടുള്ളൂ. അല്ല, അയാൾക്ക് വല്ലതും കിട്ടുള്ളൂ. ആര് പറഞ്ഞു? ചിരിത പറഞ്ഞു. അപ്പോൾ അയാൾ പറയാണ്, എന്തിനാ ഇത്? നാഴി അരിയല്ലേ വച്ചുള്ളൂ, നീ കുടിച്ചോ, ഇനി അത് മാറ്റിയൊന്നും വയ്ക്കണ്ട. അപ്പോൾ അവൾ പറയാണ്, നാളേന് ഉച്ച വരെ വെറുതെ ഇരിക്കണ്ടേ, ഒന്നും കഴിക്കാൻ കിട്ടില്ലല്ലേ. നാളെ ഉച്ച തിരിഞ്ഞല്ലയോ നാഴി കഞ്ഞോളം കിട്ടുന്നേ. പാര ഇടിക്കാനും മുങ്ങി കുത്താനുമുള്ളതല്ലയോ, വലിയ ജോലിയൊക്കെ ചെയ്യാനുള്ളതല്ലേ, വലിയ അധ്വാനമുള്ളതല്ലേ. അപ്പോൾ കാലത്തൊന്ന് കലക്കി മോന്തിക്കണ്ട് പാം എന്ന് പറഞ്ഞാൽ പോകാം എന്നൊക്കെയാണ്. നമുക്കിവിടെ ഭക്ഷണത്തിന് കൃത്യനിഷ്ഠയൊക്കെ ഉണ്ട്. രാവിലെ, ഉച്ചയ്ക്ക്, രാത്രിയിൽ, ഇടനേരങ്ങളിൽ ഇടഭക്ഷണങ്ങൾ. പക്ഷെ നോക്കിയാണ്, അവർക്ക് നേരാവണ്ണം കഴിക്കാൻ കഴിയില്ല. ഒരു നേരമോ ചിലപ്പോൾ 2 നേരം, അതെന്ന് പറഞ്ഞാൽ പേരിന് വേണ്ടിയുള്ളൊരാഹാരം, അത്രയേ ഉള്ളൂ. വെള്ളമാണ് കൂടുതലും. കഞ്ഞി എന്ന് പറഞ്ഞാൽ പേരുകൊണ്ടേ കഞ്ഞി എന്ന് പറയാൻ പറ്റുള്ളൂ. കൂടുതലും വെള്ളമാണ്, മറ്റ് 1-2 കാണുകയുള്ളൂ, അല്ലെങ്കിൽ കുറച്ചേ കാണുകയുള്ളൂ. അങ്ങനെ ഇത് കുടിച്ചുകൊണ്ട് പോകാം, അതാണ് ഞാൻ വെച്ചിരിക്കുന്ന. ആര് പറഞ്ഞു? ബാക്കി വെച്ചിരിക്കുന്നതെന്ന് അവൾ പറഞ്ഞു. അത് വേണ്ട, നീ ഇന്ന് വെള്ളം കുടിച്ചതല്ലല്ലോ, എനക്ക് മയറു നിറഞ്ഞു. നാളെ കാലത്തെടുത്ത് മോന്തുമ്പം ചട്ടിയിലൊരിറ്റ് വെള്ളം വച്ചേച്ചാൽ മതി. 7:30 കോഴി കൂടി. വയറ് നിറഞ്ഞില്ലെങ്കിലും അവൾ ഉറങ്ങി. അവൻ്റെ ബലിഷ്ഠമായ ശരീരത്തോട് ചേർന്ന് കിടന്നപ്പോൾ പേടി കൂടാതെ അവൾക്കുറങ്ങാൻ കഴിഞ്ഞു. പിറ്റേന്നു കാലത്ത് ആ നാഴി കഞ്ഞിവെള്ളവും 4 കഷ്ണം കപ്പയും ഒരു വഴക്കിന് കാരണമായി. അവൻ അപ്പടി കുടിച്ചെന്നു വച്ചല്ല, അവളൊട്ടും കഴിക്കാത്തതില്ല. അന്നും നെല്ലിന് വേണ്ടി അവൻ വാദിച്ചു. 1 രൂപ അവന് കൂലി കിട്ടി. എവിടൊക്കെയോ നടന്ന് 2 നാഴി അരിയും കപ്പയും വാങ്ങി കോരൻ തിരിച്ചു വന്നപ്പോൾ അവൻ്റെ കുടിലിൽ ഒരു സംസാരം കേൾക്കാം. അതവൻ്റെ അപ്പനായിരുന്നു. പിണങ്ങി അവനെ കൈവിടിഞ്ഞ അച്ഛൻ. ആൾ കണ്ടാൽ അറിയുകയില്ല. മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിലിരുന്ന് അയാൾ ചിരിതയുമായി സംസാരിക്കുകയാണ്. അവളെ മോളേ എന്ന് വിളിക്കുന്നത് കോരൻ കേട്ടു. അത് കണ്ണു തണുപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. അയ്യോ അപ്പോ എന്ന് വിളിച്ചുകൊണ്ട് കോരൻ അകത്തു കയറി. മോനെ
അപ്പനും മകനും പരസ്പരം കെട്ടിപ്പിടിച്ചു. ആ കാഴ്ച നോക്കി നിന്ന് ചിരിത ആനന്ദിച്ചു. വൃദ്ധൻ ശരീരമാകെ നീർകോൾ കൊണ്ട് വിങ്ങി വിളറി ഇരുന്നു. എഴുന്നേൽക്കാൻ വയ്യ. പുത്രനെ കണ്ട ആവേശത്തിന് എഴുന്നേറ്റ് പോയതാണ്. കാൽ തളർന്നു വീഴാൻ തുടങ്ങിയ പിതാവിനെ താങ്ങിക്കൊണ്ട് കോരൻ ചോദിച്ചു, എന്നാ അച്ഛാ ഇത്? മേലൊക്കെ നീരോ? ആ മോനെ, ഇനി അധിക നാളൊന്നുമില്ല. കോരൻ പിതാവിനെ താങ്ങി താഴത്തിരുത്തി. വൃദ്ധൻ തുടർന്നു. നോക്കിയാണ്, അപ്പം അവൾക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് ആ അരിയും കപ്പയും. അപ്പോൾ അതെന്ത് ചെയ്യുന്നു? അവൾ കുറച്ച് കഴിച്ചിട്ട് അയാൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുകയാണ്. കാരണം അയാൾക്ക് എന്ത് ചെയ്യണം? നാളെ രാവിലെ ജോലിക്ക് പോകണം, ഉച്ചയ്ക്ക് അവിടെ നിന്ന് വല്ലതും കിട്ടുകയുള്ളൂ. അത് അവൾക്കറിയാം. അതിനു വേണ്ടിയാണ് മാറ്റി വെച്ചത്. അപ്പോൾ നോക്കിയാണ്, അത് വേണ്ട, നീ ഇന്ന് വെള്ളം കുടിച്ചാലല്ലോ, നീ ഇന്ന് വെള്ളം ഒരു തുള്ളി വെള്ളം പോലും ഇതുവരെ കുടിച്ചില്ലല്ലേ, രാത്രിയായില്ലേ, എനിക്ക് വയറ് നിറഞ്ഞു, ഞാൻ അവിടെ നിന്ന് കഴിച്ചതാണ്, എനിക്ക് വയറ് നിറഞ്ഞു. നാളെ കാലത്ത് എടുത്ത് മോന്തുമ്പം ചട്ടിയിൽ ഒരിറ്റ് വെള്ളം വെച്ചാൽ മതി. ഞാൻ വറ്റൊക്കെ നീ കഴിച്ചിട്ട് കുറച്ച് വെള്ളം എന്ത് ചെയ്ത് വെച്ചിരുന്നാൽ മതി, നാളെ എടുത്ത് മോന്തിക്കൊണ്ട് കുടിച്ചോണ്ട് പോവാം. 7:30 കോഴി കൂവി. നേരം വെളുക്കാറായി. വയറ് നിറഞ്ഞില്ലെങ്കിലും അവർ ഉറങ്ങി. അപ്പൊ എന്തെങ്കിലും അധ്വാനിക്കുന്നവരാണ്, പകലില്ലാതെ കഠിനമായിട്ട് ജോലി ചെയ്യുന്നവരാണ്. അവർക്ക് വയറ് നിറയെ ഭക്ഷണം കഴിക്കണം. പക്ഷെ ഇവിടെ നോക്കിയാണ്, അവർക്ക് നേരാമണ്ണം കഴിക്കാനുള്ള ആഹാരം പോലും കിട്ടുന്നില്ല, ജോലിയിൽ നിന്നും കിട്ടുന്നില്ല. അവന്റെ ബലിഷ്ഠമായ ശരീരത്തോട് അങ്ങനെ എന്ത് ചെയ്തു? വയറ് നിറഞ്ഞില്ലെങ്കിൽ അവർ ഉറങ്ങി. അവന്റെ ബലിഷ്ഠമായ ശരീരത്തോട് ചേർന്ന് കിടന്നപ്പോൾ പേടി കൂടാതെ അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞു. അപ്പൊ അവിടെ അവന്റെ കൂട്ട് ഇപ്പൊ ദാരിദ്ര്യമാണെങ്കിലും ആ സ്നേഹമാണ്, ആ ദാരിദ്ര്യത്തെ ഇല്ലാതാക്കുന്ന സ്നേഹമാണ്. അപ്പൊ അവന്റെ ബലിഷ്ഠമായ ശരീരത്തോട് ചേർന്ന് കിടന്നപ്പോൾ പേടി കൂടാതെ. അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥകളും ഒക്കെ അങ്ങനെയാണ്. അവളുടെ ധൈര്യം എന്ന് പറയുന്നത് അവനാണ്, കോരനാണ്. അവൾക്ക് എന്ത് ചെയ്തു? ഉറങ്ങാൻ കഴിഞ്ഞു. പിറ്റേന്ന കാലത്ത് ആ നാഴി കഞ്ഞിവെള്ളവും 4 കഷ്ണം കപ്പയും ഒരു വഴക്കിന് കാരണമായി. അവൻ വച്ചിരിക്കണ്ട, ബാക്കി വെക്കണ്ട എന്ന് പറഞ്ഞതാണ്. പക്ഷെ അവൾ എന്ത് ചെയ്തു? അവനോടുള്ള സ്നേഹം കൊണ്ട് വെച്ചതാണ്. അവൻ അപ്പടി കഴിച്ചെന്ന് വെച്ചല്ല, അവളൊട്ടും കഴിക്കാത്തതിനാൽ. അപ്പം അതിനാണ് വഴക്ക്. അവൻ മൊത്തം കഴിച്ചുകൊണ്ട് പോയിട്ടല്ല അവൾ കിടന്ന് ബഹളം വെച്ചത്, ഇല്ല അവൻ കിടന്ന് ബഹളം വെച്ചത്. അവള് കഴിക്കാത്തതിനാണ് ആര് ബഹളം വെച്ചത്? കോരൻ ബഹളം വെച്ചത്. അത് അവൻ മൊത്തം കഴിച്ചുകൊണ്ട് പോയെന്നും വേണ്ടുള്ള ബഹളം വയ്പ്പല്ല. അവൾക്ക് കൊടുക്കാതെ മൊത്തം കഴിച്ചുകൊണ്ട് പോയി എന്നുള്ള ബഹളം അല്ല അവിടെ നടന്നത്. മറിച്ച് അവൾ ഒട്ടും കഴിക്കാത്ത കൊണ്ടുള്ള ബഹളമാണ്. കോരൻ അവിടെ ബഹളം വെച്ചു. അന്നും നെല്ലിന് വേണ്ടി അവൻ വാദിച്ചു. അങ്ങനെ 1 രൂപ കൂലി കിട്ടി. എവിടെയൊക്കെയോ നടന്ന് 2 നാഴി അരിയും കപ്പയും വാങ്ങി കോരൻ തിരിച്ചു വന്നപ്പോൾ അവൻ്റെ കുടിലിൽ ഒരു സംസാരം കേൾക്കാം. അതാരായിരുന്നു? അവൻ്റെ അപ്പനായിരുന്നു. നോക്കിയാണ്, അപ്പൻ വിവാഹത്തോടു കൂടി അപ്പനുള്ള ബന്ധമൊക്കെ എന്ത് ചെയ്തു? ഉപേക്ഷിച്ചാണ് കോരൻ എന്ത് ചെയ്തത്? മറ്റൊരു സ്ഥലത്തേക്ക് വന്നത്. പക്ഷെ അങ്ങനെ അവൻ ഉപേക്ഷിച്ച് പോയ അപ്പൻ ആരെ തിരക്കി വന്നിരിക്കുന്നു? അവനെ തിരക്കി വന്നിരിക്കുന്നു. പക്ഷെ ഇപ്പം നോക്കിയാണ്, ആള് കണ്ടാൽ അറിയുകയില്ല, ഇത്രത്തോളം ക്ഷീണിച്ചു. മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിലിരുന്ന് അയാൾ ആരുമായിട്ട് സംസാരിക്കുന്നു? മരുമകളായ ചിരിതയുമായി സംസാരിക്കുകയാണ്. അവളെ മോളെ എന്ന് വിളിക്കുന്നത് കോരൻ കേട്ടു. അത് കണ്ണ് തണുപ്പിക്കുന്ന കാഴ്ചയാണ്. ഇങ്ങനെ ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ല, അത് കണ്ണ് തണുപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. തൻ്റെ അപ്പനും ഭാര്യയും തമ്മിൽ അടുത്ത് നിന്ന് സ്നേഹത്തോടെ സംസാരിക്കുന്നു. ഇന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള ബന്ധങ്ങളെ കുറവാണ്. കാരണം ഈ അമ്മാവി അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അമ്മയും അച്ഛനൊക്കെ എന്താണ്, വന്നു കയറുന്ന പെണ്ണുങ്ങൾക്ക് ശത്രുക്കളാണ് ഇന്നത്തെ കാലത്ത്. എല്ലായിടത്തും ഒന്നുമല്ല, ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ സിനിമകളിലും മറ്റുമൊക്കെ അത് കണ്ടിട്ടുള്ളതുമാണ്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. അവൾ വിവാഹത്തോടു കൂടിയാണ് അവർ അച്ഛനും മകളും തമ്മിൽ പിണങ്ങിയത്. എന്നിട്ടും എന്ത് ചെയ്തു? അപ്പൻ ഇഞ്ഞ് വന്നപ്പോൾ എന്ത് ചെയ്തു? അവള് സ്നേഹത്തോടെ അയാളോട് സംസാരിക്കുകയാണ്. അപ്പനും മകനും
പരസ്പരം. അപ്പോൾ ഈ അപ്പനും മകനും കണ്ടു. കോരൻ എന്ത് ചെയ്തു? കണ്ടു ഉടനെ അയ്യോ അപ്പോ എന്ന് വിളിച്ചുകൊണ്ട് കോരനകത്ത് കയറി. അയ്യോ അച്ഛാ എന്ന് വിളിച്ചകത്ത് കയറി. മോനെ. അപ്പനും മകനും പരസ്പരം കെട്ടിപ്പിടിച്ചു. ആ കാഴ്ച നോക്കി ചിരിത ആനന്ദിച്ചു. അപ്പോൾ ആ അപ്പനും മകൻ്റെയും സ്നേഹം കണ്ട് ചിരിത എന്ത് ചെയ്തു? വളരെ സന്തോഷിച്ചു. വൃദ്ധൻ ശരീരമാകെ നീർക്കോൾ കൊണ്ട് വിങ്ങി വിളറിയിരുന്നു. അയാളുടെ ശരീരമൊക്കെ ആകെ നീര് വന്നിരിക്കുകയാണ്. എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യ. പുത്രനെ കണ്ട ആവേശത്തിന് എഴുന്നേറ്റ് പോയതാണ്. അപ്പോൾ പുത്രനെ കണ്ട ആവേശം എന്ത് ചെയ്തു? ചാടി എഴുന്നേറ്റു. അല്ല എഴുന്നേക്കാനൊന്നും വയ്യ. കാൽ തളർന്ന് വീഴാൻ തുടങ്ങിയ പിതാവിനെ താങ്ങിക്കൊണ്ട് കോരൻ ചോദിച്ചു, എന്നാ അച്ഛാ ഇത്? മേലൊക്കെ ശരീരം മൊത്തമൊക്കെ നീരാണല്ലോ. ആ മോനെ, ഇനി അധിക നാളൊന്നും ഇല്ല. ഇങ്ങനെ പോയാൽ അധിക നാളൊന്നും ഇല്ല. കോരൻ പിതാവിനെ താങ്ങി താഴത്തിരുത്തി വൃദ്ധൻ പറഞ്ഞു, അരിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചിട്ട് ദിവസം 10. കപ്പ തന്നെ കപ്പ. അതായി വിളർച്ച. അവിടെങ്ങും നെല്ല് കണി കാണാനില്ല. ഉള്ളവും വെളി കാണിക്കത്തില്ല. രാത്രിയിൽ 7 രൂപയാ വില. അഴിഞ്ഞുപോയ തോർത്ത് വൃദ്ധനെടുത്തു. പിതാവിനെ നോക്കിക്കൊണ്ടിരിക്കവേ കോരൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എങ്ങനെ ഇരുന്ന ആളാണത്? നിറഞ്ഞ ആരോഗ്യവും ആനയുടെ കരുത്തുമുണ്ടായിരുന്നു. ഇന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കരുത്തില്ല. അപരാധബോധം കോരൻ്റെ ഹൃദയത്തെ നോവിച്ചു. വൃദ്ധനെ തകഴിയിൽ തനിച്ചിട്ട് താൻ തൻ്റെ സുഖം തേടി പെണ്ണുമായി മറുനാട്ടിൽ പോന്നു. അതെന്തൊരു അക്ഷന്തവ്യമായ അപരാധമാണ്. ഒരു തരത്തിലും ആ തെറ്റ് ന്യായീകരിക്കാവുന്നതല്ല. ആ വൃദ്ധൻ എത്ര കഷ്ടപ്പെട്ടാണ് അവനെ വളർത്തി കൊണ്ടുവന്നത്. പിണങ്ങിയിരുന്നിട്ടും അവസാനം അവനെ തേടി വന്നു. അതെ, മറ്റാരുണ്ട് അയാൾക്ക്? ഒരു നിശ്ചയം ചെയ്താൽ അതിൽ നിന്നും അണുവിട പിന്മാറുന്ന പ്രകൃതക്കാരനായിരുന്നില്ല ആ വൃദ്ധൻ. ചെറുപ്പത്തിൽ ഒരുപക്ഷെ അവൻ്റെ കൂടെ താമസിച്ചിരുന്നെങ്കിൽ വൃദ്ധൻ ഇങ്ങനെ ആയിപ്പോകുമായിരുന്നില്ല. ഈ നിലയിൽ നിന്നും എഴുന്നേറ്റ് ഇനിയും പുഞ്ചപ്പാടത്തിൻ്റെ വരമ്പിൽ കൂടി വൃദ്ധൻ നടക്കുകയുണ്ടാകയില്ലെന്ന് നിശ്ചയമായിരുന്നു. ഒരു പുറവേലിയിൽ നിന്നുകൊണ്ട് പാടശേഖരത്തിൻ്റെ അങ്ങേ പുറവേലിയിൽ നിൽക്കുന്ന മറ്റൊരു പറയനെ ഇനി കൂകി വിളിച്ച് വിളി കേൾപ്പിക്കുകയുമില്ല. ആ ശ്വാസകോശത്തിന് ഇനി ആ ശക്തിയില്ല. അവസാനത്തെ നാളുകൾ പോക്കുവാൻ തപ്പിത്തടഞ്ഞ് എത്തിയിരിക്കുകയാണ്. അരിയിട്ട് തിളപ്പിച്ച കഞ്ഞി കുടിക്കണം അവസാനത്തെ ആഗ്രഹം. നോക്കണം, അരിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചിട്ട് ദിവസം 10 അരിയിട്ട്. അവരാണ് അരിയൊക്കെ കൃഷി ചെയ്തുണ്ടാക്കുന്നവരാണ്. അത് കഴിക്കാനുള്ള യോഗം അവർക്കില്ല. കപ്പ തന്നെ കപ്പ, എപ്പോഴും കപ്പ. അതാണ് ഈ വിളർച്ച. അതുകൊണ്ടാണ് എനിക്ക് ഈ വിളർച്ചയൊക്കെ ഉണ്ടായത്. ഈ ശേഷിക്കുറവും ശക്തിയില്ലായ്മയും ഒക്കെ ഉണ്ടായത് അതാണ് കാരണം. അവിടെങ്ങും നെല്ല് കണി കാണാനില്ല. ആ അപ്പൻ താമസിക്കുന്ന സ്ഥലത്തൊന്നും എന്തില്ല? നെല്ല് കണി കാണാനില്ല. ഉള്ളവൻ വെളി കാണിക്കത്തില്ല. ഉള്ളവരാണെങ്കിൽ ആ വീട്ടിൻ്റെ പുറത്ത് കാണിക്കൂല്ല. രാത്രിയിലാണെങ്കിൽ 7 രൂപയാ വില. രാത്രി നോക്കിയാണ് 7 രൂപയാണ് വില. ഇവരെ കൂടെ 3/4 രൂപയൊക്കെയാണ് കൂലി കിട്ടുന്നത്. ഒരെണ്ണം അന്ന് 1 രൂപയാണ്ട് കിട്ടിയെന്ന് പറയുന്നുണ്ട്. പക്ഷേ രാത്രിയിലാണ് എത്ര 7 രൂപയ്ക്ക് കൊടുക്കുന്നത്. അഴിഞ്ഞുപോയ തോർത്ത് വൃദ്ധൻ എടുത്തു. പിതാവിനെ നോക്കിക്കൊണ്ടിരിക്കവേ കോരൻ്റെ കണ്ണ് നിറഞ്ഞു. പിതാവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് കോരൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എങ്ങനെ ഇരുന്ന ആളാണത്? നിറഞ്ഞ ആരോഗ്യവും ആനയുടെ കരുത്തും ഉണ്ടായിരുന്നു. ആനയുടെ കരുത്ത്, നിറഞ്ഞ ആരോഗ്യമൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥ. എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യ. ഇന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കരുത്തില്ല, ശക്തിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ. നോക്കണേ, അപരാധബോധം കോരൻ്റെ ഹൃദയത്തെ നോവിച്ചപ്പോൾ എന്ത് അപരാധബോധം? എന്തോ അപരാധം, എന്തോ തെറ്റ് ചെയ്തു. എന്താണ് കോരൻ ചെയ്ത തെറ്റ്? ആ വൃദ്ധനെ തകഴിയിൽ തനിച്ചിട്ട് താൻ സുഖം തേടി പെണ്ണുമായി മറുനാട്ടിൽ വന്നൊരു സംഭവമൊക്കെ പറഞ്ഞേ നമ്മൾ നേരത്തെ ചർച്ച ചെയ്താണ്. വൃദ്ധനെ തകഴിയിൽ തനിച്ചിട്ട് താൻ സുഖം തേടി പെണ്ണുമായിട്ട് മറുനാട്ടിൽ അന്യ സ്ഥലത്ത് പോന്നു. അതെന്തൊരു അക്ഷന്തവ്യമായ അപരാധമാണ്. അക്ഷന്തവ്യം എന്നാൽ ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റാണ്. ഒരു തരത്തിലും ആ തെറ്റ് ന്യായീകരിക്കാവുന്നതല്ല. സ്വന്തം അച്ഛനെയാണ് ഉപേക്ഷിച്ച് പോയത്. തൻ്റെ വേരുകൾ അല്ലെങ്കിൽ തൻ്റെ ജീവൻ അല്ലെങ്കിൽ തൻ്റെ
തനിക്ക് ജീവിക്കാനുള്ള, അല്ലെങ്കിൽ തനിക്ക് ഇത്രയും ഒരു ആവതും ശേഷിയൊക്കെ ഉണ്ടാക്കി തന്ന ആളാണ് അച്ഛൻ. അതായത് അയാളെ വളർത്തിക്കൊണ്ടുവന്ന ആളാണ്. അപ്പോൾ അച്ഛന് ഇങ്ങനൊരു അവസ്ഥ അയാളെ എന്ത് ചെയ്തു, വളരെ വിഷമിപ്പിച്ചു. അപ്പോൾ താൻ ചെയ്ത തെറ്റ് ഒരു തരത്തിലും എന്ത് ചെയ്യില്ല, ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. ആ വൃദ്ധൻ എത്ര കഷ്ടപ്പെട്ടാണ് അവനെ വളർത്തിക്കൊണ്ടുവന്നത്. പിണങ്ങിയിരുന്നിട്ടും അവസാനം ആരെ തേടി വന്നു? അവനെ തേടി പിതാവ് വന്നു. അതെ, മറ്റാരുണ്ട് അയാൾക്ക്? അല്ലെങ്കിൽ അച്ഛനെ നോക്കേണ്ട ഉത്തരവാദിത്വമൊക്കെ മക്കൾക്കാണ്. അച്ഛനെ ആയാലും അമ്മയായാലും നോക്കേണ്ട ഉത്തരവാദിത്വം മക്കൾക്കാണ്. വേറെ ആരുണ്ട് അയാൾക്ക്? ഒരു നിശ്ചയം ചെയ്താൽ അതിൽ നിന്ന് അണുവിട സ്വപ്പം പോലും പിന്മാറുന്ന സ്വഭാവക്കാരനല്ല, പ്രകൃതക്കാരനായിരുന്നില്ല ആ വൃദ്ധൻ. ചെറുപ്പത്തിൽ അത്രത്തോളം വാശിയുണ്ട്. അതുകൊണ്ടാണ് ശക്തമായ, അല്ലെങ്കിൽ അത്രയും വാശിയുള്ളവനാണ് എന്ത് ചെയ്തത്, ഈ മകനുമായിട്ട് പിണങ്ങിയത് പോലും. അപ്പം അയാളാണ് എന്ത് ചെയ്തത്, ഇപ്പം മാറ്റം, അയാളുടെ സ്വഭാവത്തിനാണ് ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നത്. ഒരുപക്ഷെ അവൻ്റെ കൂടെ താമസിച്ചിരുന്നെങ്കിൽ വൃദ്ധൻ ഇങ്ങനെ ആയിപ്പോകുമായിരുന്നില്ല. ആകുമായിരുന്ന ഇല്ല. അവനോടൊത്ത് താമസിച്ചെങ്കിൽ വൃദ്ധൻ എന്ത് ചെയ്യില്ല, ഇങ്ങനെ ആയിപ്പോകുമായിരുന്നില്ല. വൃദ്ധൻ്റെ ആ രൂപമൊക്കെ എന്ത് ചെയ്യാനാ, കുറച്ച് മാറ്റമെങ്കിലും ഉണ്ടായേനെ. നോക്കിയാണ് ഈ നിലയിൽ എഴുന്നേറ്റ് നിന്ന് ഇനിയും ഈ നിലയിൽ എന്ത് ചെയ്യാൻ കഴിയില്ല, എഴുന്നേറ്റ് ഇനിയും പുഞ്ചപ്പാടത്തിൻ്റെ വരമ്പിൽ കൂടി വൃദ്ധൻ നടക്കുകയുണ്ടാകയില്ലെന്ന് നിശ്ചയമാണ്. പുഞ്ചപ്പാടം, പുഞ്ചകൃഷി എന്ന കുട്ടനാട്ടിലെ പ്രധാനപ്പെട്ട കൃഷിയാണ് പുഞ്ചകൃഷി. അപ്പം ആ പുഞ്ചപ്പാടത്തിൻ്റെ വരമ്പിൽ കൂടി ഇനിയും നടക്കുകയുണ്ടാകില്ല, അത് തീർച്ചയാണ്. കാരണം ഇനി എന്ത് ചെയ്യാൻ കഴിയില്ല, അയാൾക്ക് നടക്കാൻ കഴിയില്ല. കാരണം ശേഷിയൊക്കെ പോയി, ആഹാരവും കിട്ടാതെ തളർച്ചയും ക്ഷീണമൊക്കെ ആയി. ഒരു പുറവേലിൽ നിന്നുകൊണ്ട്, ഒരു വരമ്പിൻ്റെ അറ്റത്ത് നിന്നുകൊണ്ട് പാടശേഖരത്തിൻ്റെ അങ്ങേ പുറവേലിൽ നിൽക്കുന്ന മറ്റൊരു പറയനെ ഇനി നോക്കിയാണ് കൂകി വിളി കേൾപ്പിക്കുകയുമില്ല. അപ്പോൾ ഒരു സ്ഥലത്ത് നിൽക്കുന്ന ഇത്രയും ദൂരം, അത്രയും ശക്തി ഉണ്ടായിരുന്നു അയാൾക്ക്. ഇനി അതൊന്നും കഴിയില്ല. ഒരു പുറവേലിൽ നിന്ന് നിൽക്കുന്ന മറ്റൊരു പറയനെ, മറ്റൊരു കൃഷിക്കാരനെ കൂകി വിളി കേൾപ്പിക്കുകയുമില്ല. അതിനുള്ള ശക്തിയൊന്നും ആർക്കില്ല. പണ്ടാണെങ്കിലും ഉണ്ടായിരുന്നു. ഒരു വരമ്പിൻ്റെ ഒരു അറ്റത്ത് നിന്നുകൊണ്ട് അങ്ങ് അറ്റത്ത് നിൽക്കുന്ന ആളിനെ വിളിച്ച് എന്തെങ്കിലും കാര്യം പറയാൻ വേണ്ടിയൊക്കെ ആയിരിക്കാം. കൃഷി സംബന്ധമായ കാര്യങ്ങളോ വെള്ളത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി ആയിരിക്കാം. എന്തായാലും ഇനി അതൊന്നും കഴിയുകയില്ല. അപ്പം നോക്കിയാണ് അച്ഛൻ്റെ അവസ്ഥ വളരെ ദയനീയമായിരിക്കുന്നു. ആ ശ്വാസകോശത്തിന് ഇനി ശക്തിയില്ല. അങ്ങനെ വിളിച്ചു കൂവാനുള്ള ശക്തിയൊന്നും ആർക്കില്ല, ആ ശ്വാസകോശത്തിന് ഇല്ല. അവസാനത്തെ നാളുകൾ പോക്കുവാൻ തപ്പിത്തടഞ്ഞ് എത്തിയിരിക്കുകയാണ്. അയാൾ തന്നെ പറയുന്നുണ്ട് അല്ലേ, തനിക്ക് ശേഷിയൊക്കെ നഷ്ടപ്പെട്ടെന്ന് പറയുന്നുണ്ട്. അതായത് ഇനി അധിക നാളൊന്നും ഇല്ലെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവസാനത്തെ നാളുകൾ പോക്കുവാൻ തപ്പിത്തടഞ്ഞ് എന്ത് ചെയ്തു, ആരെ തേടി വന്നിരിക്കുകയാണ്, തൻ്റെ മകനായ കോരനെ തേടി വന്നിരിക്കുന്നു. ഇനി അവസാനത്തെ ഒരു ആഗ്രഹം, അയാളുടെ ആഗ്രഹം അരിയിട്ട് തിളപ്പിച്ച കഞ്ഞി കുടിക്കണം. ഇതാണ് അവസാനത്തെ ആഗ്രഹം. നോക്കിയാൽ എന്ത് ദയനീയമായ ഒരു ചിത്രമാണ് തകഴി ഇവിടെ വരച്ചിടാൻ ശ്രമിക്കുന്നത്. അതായത് കഠിനമായിട്ട് മഴയെന്നോ വെയിലെന്നോ മഞ്ഞെന്നോ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ പാടങ്ങളിൽ അധ്വാനിക്കുന്ന കർഷകർക്ക് ഒരു നേരത്തെ അരിയാഹാരം കഴിക്കാനുള്ള അവസരമില്ല, യോഗമില്ല. അതായത് അയാൾ പ്ലാവില കഞ്ഞി കുടിക്കേണ്ട ഒരവസ്ഥയാണ്. പ്ലാവില അതുപോലും ഇല്ല, അതിനുള്ള ശേഷി പോലും ഇല്ല. ആര് കൊടുക്കില്ല, ജന്മി കൊടുക്കില്ല. അവരെന്ത് ചെയ്യുന്നു, രാത്രിയിൽ 7 രൂപയ്ക്ക് മറിച്ച് വിൽക്കുമെന്ന് തകഴി തന്നെ പറയുന്നുണ്ട്. നോക്കിയാൽ നമ്മുടെ കോരൻ്റെ അച്ഛൻ ഇത് ഒരു വ്യക്തിയിൽ ഒതുങ്ങുന്നതല്ല. ആ കാലഘട്ടത്തില് ഒരു ജീവിതത്തിന്റെ നേർചിത്രമാണ് തകഴി എന്ത് ചെയ്യുന്ന വരച്ചിടാൻ ശ്രമിക്കുന്നത്. അപ്പം എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലെ ജീവിതങ്ങൾ, അടിമയെ പോലെ ജന്മിക്ക് വേണ്ടി പണിയെടുക്കുന്ന കർഷകരുടെ ജീവിതം, അതിനെ എന്ത് ചെയ്യുന്നു, വളരെ വ്യക്തമായ വാക്കുകളിലൂടെ ആര് വരച്ചിരുന്നു, തകഴി വരച്ചിടാൻ ശ്രമിക്കുന്നു. അപ്പൊ നമുക്ക് തന്നെ അറിയാം, നമുക്ക് സ്കൂൾ വിട്ടോ എന്ത് ചെയ്യുന്നു, വീട്ടിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഭക്ഷണം വേണം, എന്തെങ്കിലും വേണം കഴിക്കാൻ. അപ്പൊ ആ ഭക്ഷണം എങ്ങനെ ഉണ്ടാകുന്നെന്നോ ആരുണ്ടാക്കുന്നോ ചിന്തയോ നമുക്കില്ല. എങ്കിലും നമ്മൾ മനസ്സിലാക്കുക അതിന്റെ പിന്നിൽ ഒരു വലിയ അധ്വാനമുണ്ട്.
പണിയെടുക്കുന്നവരുണ്ട്. പാടങ്ങളിലും വയലുകളിലും പറമ്പുകളിലും മറ്റൊക്കെ എന്ത് ചെയ്യുന്നു, പണിയെടുക്കുന്ന നിരവധി പേരുടെ വിയർപ്പിൻ്റെ വിലയാണ് നമ്മൾ കഴിക്കുന്ന ഓരോ വറ്റും. അപ്പം അത് അന്നത്തെ ജന്മിമാർക്ക് ആ ഒരു ചിന്തയില്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കോരനോ കോരൻ്റെ അച്ഛനോ ആ രണ്ട് കഥാപാത്രങ്ങളിൽ ഒതുങ്ങുന്നവരല്ല. ഒരു കാലഘട്ടത്തിൻ്റെ ജീവിത ചിത്രമാണ് തകഴി വരച്ചിടാനായിട്ട് ശ്രമിക്കുന്നത്. ആണ്ടോടാണ്ട് 10,000 പറ നിലം കൃഷിയുണ്ടായിരുന്ന ഒരു കൃഷിക്കാരൻ്റെ വേലക്കാരനായിട്ട് 8 വയസ്സിൽ കൂടിയതാണ് അയാൾ. അതിനുശേഷം ആ കൃഷിക്കാരൻ കോടീശ്വരനാവുകയും ക്ഷയിക്കുകയും പിന്നെ ഉയരുകയും ചെയ്തു. എത്ര കോടിപ്പറ നെല്ല് അയാൾ ഈ 62 വയസ്സിനിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നു. എത്ര നെല്ല് കൊയ്തു മെതിച്ചു, എത്ര കോടി ഉദരങ്ങൾ ഈ വൃദ്ധൻ്റെ പ്രയത്നഫലം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ജീവിതത്തിന് എന്തെന്തു സംഭാവനകൾ ചെയ്ത ഒരു ജീവിതത്തിൻ്റെ അവസാന അധ്യായങ്ങളാണ് ഒരു കുറുകുറുപ്പോടെ അവിടെ വലിച്ചു കഴിയുന്നത്. നോക്കിയാണ്, ആണ്ടോടാണ്ട് 10,000 പറ നിലം കൃഷിയുണ്ടായിരുന്ന ഒരു കൃഷിക്കാരൻ്റെ വേലക്കാരനായിട്ട് 8 വയസ്സിൽ കൂടിയതാണ് അയാൾ. അപ്പോൾ 8 വയസ്സ്, നമ്മളിപ്പോഴത്തെ നിലയനുസരിച്ച് 6 വയസ്സിലാണ് 1-ാം ക്ലാസ് ചേരുന്നത്. 7 ചിലപ്പോൾ 3-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു പ്രായം അല്ലേ, 3-ലോ 4-ലൊക്കെ പഠിക്കുന്നൊരു പ്രായം, 3-ാം ക്ലാസ്സിൽ. അങ്ങനെ 8 വയസ്സിൽ കൂടിയതാണ് അയാൾ. ഒരു പണിക്കാരൻ്റെ വേലക്കാരനായിട്ട് 8 വയസ്സിൽ കൂടിയതാണ്. അതിനപ്പോൾ അത്രയും ചെറിയ പ്രായത്തിലാണ് ചേർന്നത് ജോലിക്കാരനായിട്ട്. അതിനുശേഷം ഈ കർഷകൻ്റെ പ്രയത്നഫലം കൊണ്ട്, ഈ വെളുത്ത എന്ന കർഷകൻ്റെ പ്രയത്നഫലം കൊണ്ട് എന്ത് ചെയ്തു, അയാൾ ആ ജന്മി എന്ത് ചെയ്തു, കോടീശ്വരനായി, ഒരുപാട് സമ്പന്നനായി. ചിലപ്പോൾ എന്ത് ചെയ്തു, പിന്നെ ക്ഷയിച്ചു, പിന്നെ വീണ്ടും ഉയരും. അങ്ങനെ ഉയർന്നും താന്നും ജീവിതചക്രം എന്ത് ചെയ്തു, മാറിക്കൊണ്ടിരുന്നു. അതിനൊക്കെ ആരുടെ പ്രയത്നമുണ്ട്? ഈ കോരൻ്റെ അച്ഛൻ്റെ പ്രയത്നമുണ്ടെന്ന് മനസ്സിലാക്കുക. നേരത്തെ ഞാൻ പറഞ്ഞു, കോരൻ്റെ അച്ഛൻ എന്നാൽ ആ ഒരു വ്യക്തിയിൽ ഒതുങ്ങുന്നതല്ല. ഇതുപോലെ നിരവധി ജന്മിമാരുടെ വീടുകളിൽ എന്ത് ചെയ്തു, ഒരുപാട് പേർ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ പണിയെടുക്കുന്നുണ്ട്. എത്ര കോടി പറ നെല്ല് അയാൾ ഈ 62 വയസ്സിനിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നു. അങ്ങനെ എത്രയോ കോടിപ്പറ, എത്രയോ നെല്ല് എന്ത് ചെയ്തു, അയാളുടെ ആ കൈ കൊണ്ട്, അല്ലെങ്കിൽ അയാൾ എന്ത് ചെയ്തു, ഉണ്ടാക്കിയിരിക്കുന്ന ആ എത്ര വയസ്സിനിടയിൽ, 62 വയസ്സിനിടയിൽ അയാൾ കൃഷി ചെയ്തിരിക്കുന്നു. എത്ര നെല്ല് കൊയ്തു മെതിച്ചു, എത്ര നെല്ല് കൊയ്തെടുത്തു, എത്ര മെതിച്ചു, എത്ര കോടി ഉദരങ്ങൾ, എത്ര കോടി വയറുകൾ ഈ വൃദ്ധൻ്റെ പ്രയത്നഫലം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആണ് നേരത്തെ പറഞ്ഞ, എവിടെയൊക്കെയോ ആരൊക്കെയോ കൃഷി ചെയ്യുന്ന നെല്ല് അരിയാക്കിയാണ് എന്ത് ചെയ്യുന്ന നമ്മുടെ മുമ്പിലെത്തുന്ന. അപ്പോൾ അതിൽ എത്രത്തോളം പ്രയത്നമുണ്ടെന്ന് മനസ്സിലാക്കുക, ആരുടെയൊക്കെ അധ്വാനമുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പം അങ്ങനെ പാടത്തും പറമ്പിലും പണിയെടുക്കുന്ന കർഷകൻ്റെ വിയർപ്പിൻ്റെ വിലയാണ് നമ്മൾ കഴിക്കുന്ന ഓരോ ആഹാരമെന്ന് മനസ്സിലാക്കുക. ഈ വൃദ്ധൻ്റെ പ്രയത്നഫലം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ജീവിതത്തിന് എന്തെന്ത് സംഭാവനകൾ ചെയ്ത ഒരു ജീവിതത്തിൻ്റെ അവസാന അധ്യായങ്ങൾ. അങ്ങനെ ജീവിതത്തിന് എന്തെന്ത് സംഭാവന, അങ്ങനെ സമൂഹത്തിലെ ഏറ്റവും വലിയ സേവനമാണ്. ഈ മറ്റെന്ത് ജോലിക്ക് ഒപ്പം, അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ ഒരുപടി മേലെയാണ് എന്ത്, കർഷകൻ്റെ സ്ഥാനം. ഞാൻ നേരത്തെ പറഞ്ഞാണ്, പ്രധാനമായിട്ടും നമുക്ക് വായു വേണം, ജലം വേണം, ഭക്ഷണം വേണം, ആഹാരം വേണം. അതിൽ വായുവും ജലവും പ്രകൃതിയിൽ നിന്ന് തന്നെ നമുക്ക് നേരിട്ട് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് വലിയ അധ്വാനമൊന്നുമില്ല. ഉണ്ട് വെള്ളം, പണ്ടാണെങ്കിൽ വെള്ളത്തിനും അധ്വാനമില്ല. നദിയിലൂടെ ഒഴുകുന്ന വെള്ളം അല്ലെങ്കിൽ അരുവിയിലെ വെള്ളമൊക്കെ എന്ത് ചെയ്യാം, കുടിക്കാനൊക്കെ ഉപയോഗിക്കാം. ഇന്നും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമ്മളെ വീടുകളിലൊക്കെ താമസമായപ്പോൾ എന്ത് ചെയ്തു, കിണറുകളിൽ നിന്നും മറ്റാണ് വെള്ളം ശേഖരിക്കുന്നത്. അപ്പോൾ ആ വെള്ളത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, വലിയ അധ്വാനമില്ല. കിണർ കുഴിച്ചെടുത്താൽ അവിടെ ജോലി കഴിഞ്ഞു. അതിൽ വെള്ളം നിറയ്ക്കേണ്ട ജോലിയൊന്നും നമുക്കില്ല. പിന്നെ നമ്മുടെ ചില പ്രവൃത്തികൾ കൊണ്ട് വെള്ളം ഇല്ലാതായി തീരുന്നൊരവസ്ഥയുണ്ട്, അത് മനസ്സിലാക്കണം. പക്ഷെ അങ്ങനെയല്ല ഭക്ഷണത്തിൻ്റെ കാര്യം. അവിടെ മനുഷ്യൻ്റെ പൂർണ്ണമായ പ്രയത്നം, മുഴുനീള പ്രയത്നം എന്ത് ചെയ്യണം ആവശ്യമാണ്. മുഴുനീള പ്രയത്നം, അല്ലെങ്കിൽ മനുഷ്യൻ്റെ പൂർണ്ണമായ പ്രയത്നം ആവശ്യമാണ്. അപ്പോൾ ഈ വൃദ്ധൻ്റെ ഈ പ്രായത്തിനിടയിൽ അയാൾ ചെയ്ത ആ പ്രയത്ന ഫലം
ആ പ്രയത്നഫലം കൊണ്ട് ആ എത്ര എത്ര കോടി ഉദരങ്ങളാണ് നിറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ എത്ര എത്ര കോടി പേരുടെ വിശപ്പാണ് അടക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ അടങ്ങിയിരിക്കുന്നത്, എത്രയോ പേര് അയാളുടെ പ്രയത്നത്തിൻ്റെ ഫലം അനുഭവിച്ചു. അങ്ങനെയുള്ള ഒരു ജീവിതമാണ് എന്ത് ചെയ്യുന്ന ഇവിടെ അവസാനിക്കാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ആ കുറുകുറുപ്പോടെ ഇവിടെ വലിച്ചു കഴിയുന്നത്. അയാളുടെ അവസാന നാളുകളാണ് അടുത്തിരിക്കുന്നത്. അയാൾക്കപ്പം നോക്കിയാണ് ഒരുപാട് പേർക്ക് ആഹാരം അല്ലെങ്കിൽ തയ്യാറാക്കി പ്രയത്നഫലത്തിലൂടെ നൽകിയ ആളാണ്. അപ്പം അയാൾക്ക് അവസാന കാലത്ത് ഒരിറ്റ് വെച്ച് കഴിക്കാനുള്ള അവസ്ഥയില്ല. എന്ന് ചോദിക്കണം, 10 ദിവസമായി എന്ന് അരിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചിട്ട് അവനുണ്ടാക്കിയ നെല്ല് മറ്റാരുടെയോ വകയായിരുന്നു. വൃദ്ധൻ ചോദിച്ചു, മോനെ, നിങ്ങൾക്കെവിടെ കൂലി നെല്ലല്ലയോ? അടുത്തിരുന്ന പിതാവിൻ്റെ പുറം തലോടിക്കൊണ്ടിരുന്ന കോരൻ പറഞ്ഞു, അല്ലച്ചാ, നെല്ലു വെളിയിൽ കാണിക്കത്തില്ല. ഇന്നലെ 6 അണ കൊടുത്തു നാഴി അരി മേടിച്ചു, ഇന്നിപ്പം 2 നാഴിയുണ്ട്. നോക്കിയാണ്, 10 ദിവസമായി അരിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചിട്ടുണ്ട്. അപ്പം അരിയിട്ട് തിളപ്പിച്ച വെള്ളം, കഞ്ഞി കുടിച്ചിട്ട് 10 ദിവസമായി. എന്നാൽ ഒരുപാട് എന്ത് ചെയ്തു, ഒരുപാട് പേർക്ക് വേണ്ടിയൊക്കെ അധ്വാനിച്ച മനുഷ്യനാണ്. പക്ഷെ അവൻ ഉണ്ടാക്കിയത് അവൻ്റെ വകയാണോ? അല്ല, മറ്റാരുടെയോ വകയായിരുന്നു. വൃദ്ധൻ ചോദിച്ചു, മോനെ, നിങ്ങൾക്കെവിടെ കൂലി നെല്ലല്ലയോ? നിങ്ങൾക്കിവിടെ നെല്ല് തന്നെ കൂലിയെ കിട്ടുന്നത്. അപ്പോഴാണ് എന്ത് ചെയ്തു അവൻ പറയുന്നത്, അടുത്തിരുന്ന പിതാവിൻ്റെ പുറം തലോടിക്കൊണ്ടിരുന്ന കോരൻ പറഞ്ഞു, ഇവിടെ സ്നേഹമാണ് തെളിയുന്ന. അച്ഛനോട് മകന് തീരാത്ത സ്നേഹമാണ്, മകനോട് അച്ഛനും സ്നേഹമുണ്ട്. അല്ലച്ച, നെല്ലു വെളിയിൽ കാണിക്കത്തില്ല. ഇന്നലെ 6 അണ കൊടുത്ത് നാഴി അരി മേടിച്ചു. ഇന്നലെ 6 അണ കൊടുത്ത് എന്ത് ചെയ്തു, നാഴി അരി മേടിച്ചു. ഇന്നിപ്പോഴാണെങ്കിൽ 2 നാഴിയുണ്ട്. ഇതാണ് ഇവിടത്തെയും അവസ്ഥ. അപ്പോൾ നിങ്ങൾ എല്ലായിടത്തും കർഷകൻ്റെ അവസ്ഥ ഒന്ന് തന്നെയാണ്. സ്ഥലം മാറിയെന്ന് കരുതി കർഷകൻ്റെ ജീവിതത്തിൽ എന്തില്ല, മാറ്റങ്ങളില്ല. അപ്പോൾ കർഷകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ സാധാരണക്കാരൻ്റെ ഭാഷയിലാണ് ആരവതരിപ്പിച്ചിരിക്കുന്നത്? തകഴി ശിവശങ്കരപിള്ള അവതരിപ്പിച്ചിരിക്കുന്നത്. ചിരതയോടായി കോരൻ ചോദിച്ചു, അടി അച്ഛന് വല്ലതും കൊടുത്തു? ഒരു മന്ദഹാസത്തോടെ അവൾ പറഞ്ഞു, എന്നാ കൊടുക്കാനാ? ഇന്നലെ ഒരു മുറം നെയ്തു വച്ചിരുന്നു, അത് കൊടുത്തിട്ട് 7 ചക്രം കിട്ടി. അത് കൊടുത്ത് മൂഴക്കരിയും മേടിച്ചോണ്ട് മന്നപ്പഴാ അച്ഛൻ വന്നേ, അതിട്ട് തിളപ്പിച്ചു ഞങ്ങ ഉച്ചയ്ക്ക് കുടിച്ചു. വൃദ്ധൻ ആ പ്രസ്താവനയുടെ അവസാന ഭാഗത്ത് എതിർത്തു. ഞങ്ങൾ കുടിച്ചു എന്ന് പറയുന്നത് ശരിയല്ല. വൃദ്ധൻ പറഞ്ഞു, മൂഴക്കരിയിട്ട് തിളപ്പിച്ചു. ഏനാ അത് കുടിച്ചത്? അവൾ കുടിച്ചില്ല. ഏന് കോരി തന്നു. ചിരിത കൃതകൃത്യയായി. അച്ഛൻ ചുമ്മാ പറയുക. ഏനും കുടിച്ചു. വൃദ്ധൻ ചിരിതയെ ഒന്ന് നോക്കി കോരനോട് പരാതിപ്പെട്ടു. എൻ്റെ മോനെ, എങ്ങനെ കൊഴുത്ത് ചക്കുംകുറ്റി പോലിരുന്ന കിടാത്തിയ, ഇപ്പോൾ എല്ലാം തെളിഞ്ഞു. ആ കുറ്റം കോരനേറ്റു. അത് ശരിയാണ്. കല്യാണത്തിനു മുമ്പ് അവൾ തടിച്ച് കൊഴുത്തിരുന്നതാണ്. കോരൻ പറഞ്ഞു, അവൾ ഉള്ളൊരു തീറ്റ. എന്നിട്ട് അവൾ ഉണങ്ങുകയും ഏന് ചീത്തപ്പേരുണ്ടാക്കരുതെന്ന് എന്നും പറയും. അതെ, ഏനിത് കണ്ടു. വൃദ്ധൻ സമ്മതിച്ചു. 2 നാഴി അരിയിട്ട് കഞ്ഞി വെച്ച് കപ്പയും പുഴുങ്ങി ആ കൊച്ചു കുടുംബത്തിൻ്റെ അന്നത്തെ അത്താഴം കഴിഞ്ഞു. ആ ദിവസം കോരൻ്റെ ജീവിതത്തിലെ ഒരു സ്മരണീയ ദിവസമായിരുന്നു. അവൻ്റെ ഒരു ദിവസത്തെ കൂലിയിലെ കടം അന്ന് അവൻ വീട്ടിക്കഴിഞ്ഞു. ഉഴക്കരിയുടെ കഞ്ഞിമതി ആ പാവം വൃദ്ധൻ. കൂടുതലിന് ആഗ്രഹമുണ്ട്, പക്ഷേ അകത്തേക്ക് ചെല്ലുകയില്ല. അറയ്ക്കൽ വീട്ടിലെ വലിയ ചീനച്ചട്ടിയിലെ നിറകെ ചോറ്. ആയ കാലത്ത് അയാൾക്ക് 4 ഉരുളക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഈ 10 പ്ലാവിലക്കഞ്ഞി കോരിക്കുടിച്ചു കഴിഞ്ഞപ്പോൾ വൃദ്ധൻ ഒരു നീണ്ട ഏമ്പൊക്കം വിട്ടു. കോരന് തൃപ്തിയായി. രാവിലത്തേക്ക് കുറച്ച് കഞ്ഞി ചിരിത വെച്ചിരുന്നു. കോരൻ എതിർത്തില്ല. എന്തായാലും അന്ന് നെല്ലു തന്നെ കൂലി കിട്ടിയേ മതിയാകും. അപ്പന് ഒരു നേരമെങ്കിലും അതുമാത്രമാണ് അവൻ്റെ ആഗ്രഹം. അപ്പോൾ നോക്കിയാണ്, ചിരിതയോടായിട്ട് കോരൻ ചോദിച്ചു, എടി, നീ അച്ഛനും വല്ലതും കൊടുത്തു?
വല്ലവും വല്ലതും കൊടുത്തു. അപ്പോൾ അവളൊരു മന്ദഹാസത്തോടെ അവൾ പറയുന്നു, എന്നാ കൊടുക്കാനാണ്? ഞാൻ എന്ത് കൊടുക്കാൻ? എന്തു കൊടുക്കാനാണ്? ഞാൻ ഇന്നലെ ഒരു മുറം നെയ്ത് വച്ചിരുന്നു. അപ്പോൾ അവളും എന്ത് ചെയ്യുന്നുണ്ട്? അവളുടേതായ രീതിയിൽ ജോലി ചെയ്യുന്നുണ്ട്. ഒരു മുറം നെയ്ത് വച്ചിരുന്നു. അത് കൊടുത്തിട്ട് 7 ചക്രം കിട്ടി. 7 ചക്രം. 7 ചക്രം എന്ന് പറഞ്ഞാൽ 1 രൂപയല്ല, മനസ്സിലാക്കുക. 7 രൂപയല്ല. നോക്കിയാണ്, 28 ചക്രം വേണം 1 രൂപയ്ക്ക്. അങ്ങനെ 7 ചക്രം കിട്ടി. അത് കൊടുത്ത് മൂഴക്കരി 3/4 നാഴി അരിയും മേടിച്ചുകൊണ്ട് വന്നപ്പോഴാണ്, മൂഴക്കരിയും മേടിച്ച് 3/4 നാഴി അരിയും മേടിച്ചുകൊണ്ട് വന്നപ്പോഴാണ് ആര് വന്നത്? അച്ഛൻ വന്നത്. അപ്പോൾ നോക്കിയാണ്, മേടിച്ചോണ്ട് വന്നപ്പോഴാണ് ആര് വന്ന? അച്ഛൻ വന്നേ. അവിടെയൊക്കെ മായാണ്, ബാക്കി വരെ മാ ഉപയോഗിച്ചിട്ടുണ്ട്. അതിട്ട് തിളപ്പിച്ച് ഞങ്ങൾ ഉച്ചയ്ക്ക് കുടിച്ചു. ആ അരിയിട്ട് തിളപ്പിച്ച് ഞങ്ങൾ എന്ത് ചെയ്തു? ഉച്ചയ്ക്ക് കുടിച്ചു. വൃദ്ധന പ്രസ്താവനയുടെ അവസാന ഭാഗത്ത് എതിർത്തു. ഞങ്ങൾ കുടിച്ചു എന്ന് പറയുന്നത് ശരിയല്ല. ഞങ്ങൾ കുടിച്ചെന്ന് അവൾ പറയുന്നു. വൃദ്ധം അതിനെ എതിർക്കണം ഉടനെ. അങ്ങനെ പറയരുത്, ഞങ്ങൾ കുടിച്ചെന്ന് പറയരുത്. വൃദ്ധം പറഞ്ഞു, മൂഴക്കരിയിട്ട് തിളപ്പിച്ചു, അത് സത്യം തന്നെ. പക്ഷെ കുടിച്ചതാരാണ്? ഏനാണ്. ഞാനാണത് കുടിച്ചത്. അവളെന്ത് ചെയ്യില്ല? അവൾ കുടിച്ചില്ല. അവളെന്ത് ചെയ്തു? എനിക്ക് കോരി തന്നു. നോക്കിയാണ്, ഇവിടെ നമ്മൾ മനസ്സിലാക്കും, കോരൻ്റെ അച്ഛനാണ്, അവളുടെ അല്ലേ, ഭർത്താവിൻ്റെ അച്ഛനാണ്. അപ്പോൾ ഭർത്താവിൻ്റെ അച്ഛനോടുള്ള അവളുടെ സ്നേഹമാണ് എന്ത് ചെയ്യുന്നത്? അതുവഴി വെളിപ്പെടുന്നത്. ഇന്നത്തെ കാലത്ത് നേരത്തെ പറഞ്ഞു, ഭർത്താവിൻ്റെ അമ്മയോടോ ഭർത്താവിൻ്റെ അച്ഛനോടോ അല്ലെങ്കിൽ ഭാര്യയുടെ അമ്മയോടോ ഭാര്യയുടെ അച്ഛനോടോ ഉള്ള സ്നേഹമൊക്കെ എന്താണ്? ഇന്നത്തെ കാലത്ത് കുറവാണ്. ഭർത്താവിൻ്റെ അച്ഛനോടും അമ്മയോടും ഈ മരുമകളായി വരുന്നവൾക്കും ഭാര്യയുടെ അമ്മയോടും അച്ഛനോടും മരുമാനായിട്ട് വരുന്നവർക്കൊക്കെയുള്ള സ്നേഹത്തിൻ്റെ അംശം എന്താണ്? ഇന്ന് കുറവാണ്. ഇന്ന് സ്നേഹം കുറവാണ്. ഇവിടെ നോക്കിയാണ്, വിവാഹത്തോടു കൂടിയാണ് എന്ത് ചെയ്ത് കോരനും അച്ഛനും തമ്മിൽ പിരിഞ്ഞത്. എന്നിട്ടും അപ്പം അവളതിനൊരു കാരണമാവുകയാണ്. അവളെ ചൊല്ലിയാണ് എന്ത് ചെയ്യുന്ന വേറെ പിരിയുന്നത്. എന്നിട്ടും അച്ഛനോട് അവൾക്ക് ദേഷ്യമോ മകളോട് അച്ഛന് ദേഷ്യമോ ഉണ്ടായില്ല. ആ ഭാഗത്ത് നമുക്ക് അത് കാണാൻ പറ്റും, ഈ ഭാഗത്ത് കാണാൻ പറ്റും. അതുകൊണ്ടാണ് അവൾ പോലും കഴിക്കാതെ ആർക്ക് കൊടുത്തെന്ന് പറയുന്നത്? അയാൾക്ക് കൊടുത്തെന്ന് പറയുന്നത്. അപ്പം നോക്കിയാൽ അവിടെയൊക്കെ സ്നേഹമാണ്. ആ സ്നേഹത്തിന് മുമ്പിൽ എന്ത് ചെയ്യുന്നു? ഈ ദാരിദ്ര്യം ഇല്ലാതാവുകയാണ്. അത്രത്തോളം വലിയ സ്നേഹം അവർക്കിടയിലുണ്ടെന്ന് മനസ്സിലാക്കുക. ആ സ്നേഹത്തിന് മുന്നിൽ എന്ത് ചെയ്യുന്നു? അവരുടെ ആ ദാരിദ്ര്യം പോലും അലിഞ്ഞില്ലാതാവുകയാണ്. അത് ഭാര്യയ്ക്ക് ഭർത്താവിനോടായാലും അല്ലേ, അമ്മ അല്ലെങ്കിൽ ഇവിടെ ഭർത്താവിൻ്റെ അച്ഛനോട് മരുമകൾക്കായാലും ഉള്ള സ്നേഹത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അപ്പം അതിൻ്റെ ഒരു വ്യക്തമായ ചിത്രം നമുക്കിവിടെ തരുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ നേരത്തെ പറഞ്ഞു, ഈ രണ്ടിടങ്ങഴി ഒരു വിപ്ലവത്തിൻ്റെ അല്ലെങ്കിൽ കർഷകരുടെ മുന്നേറ്റത്തിൻ്റെ കഥയാണെങ്കിലും അതിലുപരി നമുക്ക് ഇവിടെ ഈ ഭാഗത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ സ്നേഹമാണ്. വൃദ്ധരോടുള്ള പുതുതലമുറയുടെ സ്നേഹം. അതാണ് ഈ ഭാഗത്ത് നമ്മൾ അടിയൊരയിട്ട് വായിച്ചെടുക്കേണ്ടത്. വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട അതാണ്. അപ്പം കോരൻ്റെ അച്ഛൻ പറഞ്ഞു, അരിയിട്ട് തിളപ്പിച്ച് ഞാനാണത് കുടിച്ചത്. അവളെന്ത് ചെയ്തു? എനിക്കെന്ത് ചെയ്തു? കോരി തന്നു. അപ്പോൾ സ്നേഹമാണ് വെളിവാകുന്നത്. കോരി തന്നു. കുട്ടികൾക്കൊക്കെ ആഹാരം കൊടുക്കുന്ന പോലെ, അല്ലെങ്കിൽ അല്ലേ, വാർദ്ധക്യത്തിൽ തണലാകേണ്ടത് മക്കളാണ്. അതാണ് തെളിയുന്നത്. ഇവിടെ മകൻ്റെ ഭാര്യ കോരി തന്നു. അപ്പോൾ അച്ഛൻ്റെ വാക്ക് കേട്ട് ചിരിത കൃതകൃത്യായി. കൃതകൃത്യം എന്ന് പറയുന്നത് എന്താണ്? ചെയ്യാനുള്ള തൻ്റെ കടമ നിർവഹിച്ചതിലുള്ള തൃപ്തി. തൻ്റെ കടമ നിർവഹിച്ചതിലുള്ള തൃപ്തി. കാരണം ഒരു മരുമകൾ ചെയ്യേണ്ടതാണ് ആര് ചെയ്ത്? ചിരിത ചെയ്തത്. ആ കാര്യത്തിൽ അവൾ എന്ത് ചെയ്തു? ചെയ്യാനുള്ള കടമ നിർവഹിച്ചതിലുള്ള സംതൃപ്തി അത് അവൾക്ക് കിട്ടി. എന്നിട്ട് അവൾ പറയാണ്, അച്ഛൻ ചുമ്മാ പറയുക, ഏനും കുടിച്ചു. അച്ഛൻ ചുമ്മാ പറയാണ്, ഞാനും എന്ത് ചെയ്തു? ഞാനും കുടിച്ചു. വൃദ്ധൻ ചിരിതയെന്ന് നോക്കി കോരനോട് പരാതിപ്പെട്ടു. എന്നൊക്കെയാണ് ചിരിതയുടെ അവസ്ഥ കണ്ടിട്ട് കോരനോട് അയാൾ പരാതിപ്പെടുകയാണ്. എൻ്റെ മോനെ എങ്ങനെ കൊഴുത്ത്
ചക്കും കുറ്റി പോലിരുന്ന ക്ടാത്തിയ ഇപ്പം എല്ലാം തെളിഞ്ഞു. ഇപ്പം കൊഴുത്ത് ചക്കും കുറ്റി പോലെ. ചക്ക എന്ന് പറഞ്ഞാൽ അറിയാലോ, പണ്ട് ഈ തേങ്ങയും മറ്റോ തേങ്ങ ആട്ടുന്ന ആണ് ചക്ക്. ഇങ്ങനെ കറക്കും, ചക്കിലിങ്ങനെ കറക്കി കൊണ്ടുപോകും എട്ടെണ്ണം ആട്ടുന്നത്. അതിൻ്റെ നടുക്കൊരു കുറ്റി കാണും, നല്ല കനമുള്ള ഒരു കുറ്റി കാണും. അങ്ങനെ ഇരുന്ന അതുപോലിരുന്ന ക്ടാത്തിയാണ്, നല്ല കൊഴുത്ത് തടിച്ചിരുന്ന ക്ടാത്തിയാണ്. ചക്കും കുറ്റി പോലെ കൊഴുത്ത് തടിച്ചിരുന്ന ക്ടാത്തിയാണ്, കുട്ടിയാണ്. ഇപ്പം എല്ലാം തെളിഞ്ഞു. ഇപ്പം എന്ത് ചെയ്തു? മെലിഞ്ഞ് എല്ലൊക്കെ തെളിഞ്ഞു. അപ്പോൾ അവിടെയൊക്കെ എന്താണ്? ദാരിദ്ര്യമാണ് തെളിയുന്നത്. ആ ദാരിദ്ര്യമായൊരവസ്ഥയാണ് എന്ത് ചെയ്യുന്നത്? അവിടെ തെളിഞ്ഞു കാണുന്നത്. കർഷകൻ്റെ അല്ലെങ്കിൽ പണിക്കാരൻ അല്ലെങ്കിൽ കൃഷിപ്പണിക്കാരൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, കർഷകൻ്റെ ദാരിദ്ര്യം. ആ കുറ്റം കോരനേറ്റു. അത് ശരിയാണ്. കല്യാണത്തിന് മുമ്പ് അവൾ തടിച്ചു കൊഴുത്തിരുന്നതാണ്. നമ്മളിവിടെ ചിന്തിക്കണം, ആ കുറ്റം കോരനേറ്റെന്ന്. അത് കോരൻ്റെ മാത്രം കുറ്റമാണോ? കോരൻ അവൾക്ക് ആഹാരം കൊടുക്കാത്തതാണോ? കിട്ടുന്ന ആഹാരമൊക്കെ എന്ത് ചെയ്യുന്നു? അയാൾ മദ്യപിക്കുകയോ അല്ലെങ്കിൽ അയാൾ സ്വന്തമായിട്ട് ആഹാരം വാങ്ങി കഴിക്കുകയോ ചെയ്യുകയാണോ ചെയ്യുന്നത്? അല്ല. അവിടെ ജന്മിയോട് എത്ര പറഞ്ഞാലും എന്ത് ചെയ്യില്ല? കൃത്യമായിട്ട് നെല്ലോ പണമോ കൊടുക്കില്ല. അപ്പം അതാണ് കാര്യം. അല്ലാതെ കോരൻ മദ്യപിക്കുകയോ കിട്ടുന്ന പണത്തിന് അയാൾ ആഹാരമായി കഴിക്കുകയോ ചെയ്യുന്നതുകൊണ്ടല്ല. അയാൾക്ക് എന്ത് ചെയ്യാറില്ല? ജോലിക്ക് കൃത്യമായിട്ട് വേതനം, കൂലി കിട്ടാറില്ല. എങ്കിലും ആ കുറ്റം ആരേറ്റെടുത്തു? കോരനേറ്റ്. കാരണം അവൻ്റെ കയ്യിലെത്തിയതിന് ശേഷമാണ് എന്ത് ചെയ്തത്? അവളിങ്ങനെ മെലിഞ്ഞു പോയത്. കോരൻ പറഞ്ഞു, അവൾ മറ്റുള്ളവരെ തീറ്റുക, എന്നിട്ട് അവൾ ഉണങ്ങുകയും ഏന് ചീത്തപ്പേരുണ്ടാക്കരുതെന്ന് എന്നും പറയും. നോക്കിയാണ് വേറൊരു കാര്യമുണ്ട്. നമ്മൾ നേരത്തെ തുടക്ക ഭാഗത്ത് കണ്ടു. അവൾ കോരൻ കുറച്ച് കൊണ്ടുവന്നപ്പോൾ എന്ത് ചെയ്തു? അത് കോരന് വേണ്ടി അവൾ മാറ്റി വയ്ക്കുകയാണ്. അപ്പോഴും കൊടുക്കുന്നു, പിറ്റന്നേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇപ്പോൾ അതാ കിട്ടിയതിൽ മുറം വെറ്റി കിട്ടിയ 7 ചക്രം കൊണ്ട് വാങ്ങിയ അരി എന്ത് ചെയ്തു? മുഴക്കരി വാങ്ങിയതിൽ പൂർണ്ണമായിട്ട് ആർക്ക് തന്നെ കൊടുത്തു? അച്ഛന് തന്നെ കൊടുത്തു. അവൾ ഒന്ന് തിന്നെന്ന് കാണിക്കാൻ വേണ്ടി തിന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ അവൾ മറ്റുള്ളവരെ തീറ്റുക. അപ്പം നോക്കി, മറ്റുള്ളവരെ തീറ്റുക, വിശപ്പുണ്ട് എങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. അപ്പോൾ അത് അവിടെ എന്താണ് തെളിയുന്ന? സ്നേഹമാണ്. ആ സ്നേഹമാണ് ഈ ദാരിദ്ര്യത്തെ മറച്ചു വയ്ക്കുന്ന പ്രധാനപ്പെട്ട ഭാഗം. ആ സ്നേഹമാണ് ദാരിദ്ര്യത്തിൻ്റെ ചെയ്യുന്നത് മറച്ചു വയ്ക്കുന്നത്. ആ സ്നേഹത്തിൽ അലിഞ്ഞില്ലാതാകുന്നു? ദാരിദ്ര്യം അലിഞ്ഞില്ലാതാകുന്നു. അതെ, ഏനിത് ഇന്ന് കണ്ടു. നീ പറഞ്ഞത് ശരിയാണ്. കോരനോട് അച്ഛൻ പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്, ഞാനിതെന്ന് നേരിട്ട് കണ്ട് അനുഭവിച്ച് അറിഞ്ഞു. വൃദ്ധൻ സമ്മതിച്ചു. ഇരുനാഴി അരിയിട്ട് കഞ്ഞി വെച്ചു, കപ്പയും പുഴുങ്ങി. ആ കൊച്ചു കുടുംബത്തിൻ്റെ അന്നത്തെ അത്താഴം കഴിഞ്ഞു. അങ്ങനെ ഇരുനാഴി അരിയിട്ട് കോരന് കിട്ടിയ അരിയും കുറച്ച് കപ്പയും വെച്ച് എന്ത് ചെയ്തു? കപ്പയും അരിയിട്ട് കഞ്ഞിയും വെച്ചു. പിന്നെ കിട്ടിയ കപ്പയും പുഴുങ്ങി. കപ്പ പുഴുങ്ങെന്ന് പറഞ്ഞാൽ അറിയാലേ? കപ്പയും പുഴുങ്ങി എന്ത് ചെയ്തു? ആ കൊച്ചു കുടുംബത്തിൻ്റെ അന്നത്തെ അത്താഴം കഴിഞ്ഞു. ആ ദിവസം കോരന്റെ ജീവിതത്തിൽ ഒരു സ്മരണീയ ദിവസമായിരുന്നു. ആ ദിവസം കോരന്റെ ജീവിതത്തിൽ ഒരു സ്മരണീയ ദിവസം, ഒരിക്കലും മറക്കാൻ കഴിയാത്ത ദിവസമായിരുന്നു എന്നാണ് പറയുന്നത്. എന്താണ് കാര്യം? ഇത്രയും നാള് പിരിഞ്ഞിരുന്ന അപ്പന് തൻ്റെ അധ്വാനത്തിന്റെ ആ പ്രയത്നഫലം അല്ലെങ്കിൽ അധ്വാനത്തിൽ നിന്ന് താൻ അധ്വാനിച്ച് കിട്ടിയതിൽ നിന്നൊരു വിഹിതം കൊടുക്കാനായിട്ട് പറ്റി. അത് കോരന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയുന്ന കാര്യമില്ല. കാരണം നമ്മൾ നേരത്തെ കണ്ടാണ്, അപ്പൻ എന്ത് ചെയ്തു? വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചാണ് ആരെ വളർത്തിക്കൊണ്ടുവന്നത്? കോരനെ വളർത്തിക്കൊണ്ടുവന്നത്. അപ്പം തിരിച്ച് തൻ്റെ അധ്വാനത്തിൽ തൻ്റെ വിയർപ്പിന്റെ ഫലം കുറച്ചെങ്കിലും ആർക്ക് കൊടുക്കാൻ പറ്റി? അപ്പന് കൊടുക്കാൻ പറ്റി. അത് ആരിൽ സന്തോഷമുണ്ടാക്കി? കോരനിൽ സന്തോഷമുണ്ടാക്കി. അങ്ങനെ അവന്റെ ഒരു ദിവസത്തെ കൂലിയിലെ കടം അന്നവൻ എന്ത് ചെയ്തു? വീട്ടിക്കഴിഞ്ഞു. അവന്റെ ഒരു ദിവസത്തെ കൂലിയിലെ കടം. ആ കടം എന്ന് പറയുന്നത് കടമയാണ്. കാരണം അച്ഛനമ്മമാരോട് മക്കൾക്ക് ഉണ്ടാകേണ്ട കടപ്പാട്. അപ്പൊ ആ കടപ്പാട് എന്ത് ചെയ്തു? വീട്ടി. ഒരിക്കലും ആ കടപ്പാട് തീരുന്നതല്ല. എത്രത്തോളം കൊടുത്താലും, എത്രത്തോളം കോരി കൊടുത്താലും അച്ഛനമ്മമാരോടുള്ള ബാധ്യതയോ കടപ്പാടോ ഈ മക്കൾക്കും തീരുന്നതല്ല. എങ്കിലും കോരനെ സന്തോഷിക്കാൻ പറ്റുന്ന തരത്തിൽ എന്ത് ചെയ്തു? അപ്പന് അവന്റെ വിയർപ്പിന്റെ അല്ലെങ്കിൽ അവന്റെ പ്രയത്നത്തിന്റെ ഫലം പങ്ക് കൊടുക്കാനായി കഴിഞ്ഞു. ഇനി നോക്കിയാണ്,
അടുത്ത കഥാകൃത്ത് പറയുന്നത്, ഉഴക്കരിയുടെ കഞ്ഞി മതി ആ പാവം വൃദ്ധൻ, കുറച്ചു മതി ആ പാവം വൃദ്ധൻ. ഇപ്പോൾ പണ്ടത്തെ പോലെ ഒരുപാട് കഴിക്കാനൊന്നും കഴിയില്ല, പക്ഷെ അകത്തേക്ക് ചെല്ലുകയില്ല. കഴിക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ എന്ത് ചെയ്യില്ല, ശേഷിയില്ല. അറയ്ക്കൽ വീട്ടിലെ വലിയ ചീനച്ചട്ടിയിൽ നിറയെ ചോറ് ആയ കാലത്ത് 4 ഉരുളൊക്കെ ഉണ്ടായിരുന്നു. അത്രയും നല്ല രീതിയിൽ കഴിക്കാൻ പറ്റിയിരുന്ന ഒരാളാണ്. ഇപ്പോഴാണെങ്കിൽ അത് ഈ പ്രായം ഒരുപാട് ഏറി വരുന്നോണ്ടായിരിക്കാം, പിന്നെ നേരാമണ്ണം എന്ത് ചെയ്യില്ല, ആഹാരം കഴിക്കാനും കിട്ടിയിട്ടില്ല. കാരണം അരിയിട്ട് തിളച്ച ആഹാരം കഴിഞ്ഞിട്ട് 10 ദിവസമായെന്നാണ് പറയുന്നത്. അപ്പോൾ അറയ്ക്കൽ വീട്ടിലെ ആ ചീനച്ചട്ടിയിൽ നിറയെ ചോറ് ആയ കാലത്ത് അയാൾക്ക് 4 ഉരുളൊക്കെ ഉണ്ടായിരുന്നു. ഈ 10 പ്ലാവില കഞ്ഞി കോരി കുടിച്ച് കഴിഞ്ഞപ്പോൾ വൃദ്ധൻ ഒരു നീണ്ട എമ്പക്കം വിട്ടു. ഈ 10 പ്ലാവില കഞ്ഞി, അപ്പൊ അന്ന് ചോറെന്നാണ് പറയുന്നത്, ആ ചോറ് അയാൾക്ക് 4 ഉരുളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നോക്കിയാണ് ഇപ്പൊ ഈ 10 പ്ലാവില കഞ്ഞി കോരി കുടിച്ചു കഴിഞ്ഞപ്പോൾ വൃദ്ധനൊരു നീണ്ട എമ്പക്കം വിട്ടു. തൃപ്തിയായി, അയാൾക്ക് വയറ് നിറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, കോരനും തൃപ്തിയായി. അച്ഛനോടുള്ള ആ കടമ അത് നിർവഹിച്ചതിലുള്ള സംതൃപ്തി ആർക്കും ഉണ്ടായെന്ന് പറയാം, കോരനും ഉണ്ടായി എന്ന് പറയാം. നേരത്തെ അച്ഛനമ്മമാരോട് മക്കൾക്കുള്ള കടപ്പാടോ ബാധ്യതയോ ഒരു കാലത്തും തീരുന്നല്ല. ഇവിടെ എന്ത് ചെയ്തു, തൻ്റെ ആ ജോലിയിൽ താൻ ചെയ്ത തൻ്റെ അധ്വാനത്തിൽ നിന്ന് കിട്ടിയ കുറച്ച് പങ്ക് ആർക്ക് കൊടുക്കാൻ പറ്റി, അച്ഛനായിട്ട് നീക്കി വെക്കാൻ പറ്റി, കൊടുക്കാൻ പറ്റി. അതിലെ സംതൃപ്തിയാണ് ആർക്കുണ്ടായത്, കോരനുണ്ടായത്. ആ സംതൃപ്തിയാണ് കോരന്റെ ജീവിതത്തിലെ ഒരു സ്മരണീയ ദിവസം എന്ന് പറഞ്ഞിരിക്കുന്നത്. പിറ്റേന്ന് രാവിലത്തേക്ക് കുറച്ച് കഞ്ഞി ചിരുത വെച്ചിരുന്നു. കോരൻ എതിർത്തില്ല. അപ്പോൾ നോക്കിയാൽ പിറ്റേന്ന് രാവിലത്തേക്ക് കുറച്ച് കഞ്ഞി ചിരുത വെച്ചിരുന്നു. കോരൻ എതിർത്തില്ല. കാരണം മുമ്പ് നമ്മൾ കണ്ട ഭാഗത്ത് ഈ ചിരുത കഞ്ഞി കോരന് വേണ്ടി മാറ്റിയ സമയത്ത് എന്ത് ചെയ്തു, അവൻ എതിർത്തു. പക്ഷെ ഇന്നിപ്പോൾ എതിർത്തില്ല. കാരണം എന്താണ്, അപ്പന് വേണ്ടിയാണ് മാറ്റി വയ്ക്കുന്നത് ആർക്ക് മനസ്സിലായി, കോരന് മനസ്സിലായി. അതുകൊണ്ട് കോരൻ എതിർത്തില്ല. എന്തായാലും അന്ന് നെല്ല് തന്നെ കൂലി കിട്ടിയേ മതിയാകും. അപ്പന് നേരമെങ്കിലും നിറച്ചു ചോറ് കൊടുക്കണം, അതുമാത്രമാണ് അവൻ്റെ ആഗ്രഹം. 2 ലങ്ങഴി തകഴി ശിവശങ്കരൻ. നോക്കിയാണ് അപ്പൊ എന്തായാലും ഇനി നെല്ല് കൂലി തന്നെ കിട്ടിയേ മതിയാകും. ഇവിടെ ആ പ്രതിഷേധം ശക്തമാണ്. കാരണം എന്താണ്, ഒരാവശ്യമുണ്ട്, ഒരു നേരമെങ്കിലും ആർക്ക് നിറച്ച് ചോറ് കൊടുക്കണം, തൻ്റെ അപ്പന് നിറച്ച് ചോറ് കൊടുക്കണം. അപ്പൊ ആഗ്രഹത്തിന് വേണ്ടി കോരനിലെ വിപ്ലവകാരി ഉണരുകയാണ്. ഇവിടെ മനസ്സിലാക്കുക, കോരൻ ശബ്ദിച്ചത് അവന് വേണ്ടി ആയിരുന്നില്ല. പിന്നെ ആർക്ക് വേണ്ടിയാണ്, ആദ്യ ഭാഗത്ത് ഭാര്യയ്ക്ക് വേണ്ടിയും നമ്മൾ ഈ പാഠഭാഗത്തിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ അപ്പന് വേണ്ടിയുമായി മാറുകയാണ്. അപ്പം തികഞ്ഞ ഒരു കുടുംബനാഥനാണ് ആര്, കോരൻ. ഭാര്യയെയും അച്ഛനെയും നോക്കാനുള്ള അല്ലെങ്കിൽ സംരക്ഷിക്കാനുള്ള മാനസിക വിശാലത ആർക്കുണ്ടെന്ന് പറയാം, കോരനുണ്ടെന്ന് പറയാം. ഇങ്ങനെ തികഞ്ഞ ഒരു അധ്വാനശീലമുള്ള അല്ലെങ്കിൽ അധ്വാനിക്കാനുള്ള മനസ്സുള്ള ആളാണ് ആര്, കോരനെന്ന് പറയാം. ഇനി നമ്മൾ എന്തൊക്കെ ആയാലും ഒരു കാര്യം മനസ്സിലാക്കുക, ജന്മിയോട് പ്രതിഷേധിക്കാനുള്ള ഒരു മനസ്സ് കോരനുണ്ട്. പക്ഷെ ആ പ്രതിഷേധം തന്നിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകുമോ എന്ന് പേടിച്ചാണ് കോരൻ എന്ത് ചെയ്തത്, പല സന്ദർഭങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത്. അല്ലെങ്കിൽ അവസാന ഭാഗത്തിലേക്ക് എത്തുമ്പോൾ അതിനാക്കം കൂടുകയാണ്. കാരണം തൻ്റെ അപ്പൻ തന്നെ തിരക്കി വന്നു. ആ അപ്പൻ എന്ത് ചെയ്യണം, ഒരു നേരമെങ്കിലും ആഹാരം കൊടുക്കണം, ചോറ് കൊടുക്കണം, അതിനുവേണ്ടി ശബ്ദിച്ചേ പറ്റൂ. അങ്ങനെ ജന്മികുടിയാൻ ബന്ധത്തിലെ വിള്ളലുകളെ തീവ്രമായി ആവിഷ്കരിക്കുന്ന ഒരു കൃതിയാണ് തകഴിയുടെ രണ്ടിടങ്ങഴി എന്ന് പറയാം. ഇവിടെ ഈ പ്ലാവിലക്കഞ്ഞി എന്ന പാഠഭാഗം നമ്മുടെ നോവലിൽ നിന്നും മാറി ചിന്തിച്ചാൽ അച്ഛൻ്റെയും മകൻ്റെയും, നോവലിൽ നിന്ന് മാറി ചിന്തിക്കണ്ട, നോവലും അത് തന്നെയാണ് പറയുന്നതെങ്കിൽ പോലും അച്ഛൻ്റെയും മകൻ്റെയും, മരുമകൾക്ക് ഭർത്താവിൻ്റെ അച്ഛനോടുള്ള സ്നേഹത്തിൻ്റെയും ഭാര്യയ്ക്കും ഭർത്താവിനും തമ്മിലുള്ള സ്നേഹത്തിൻ്റെയും കഥയായി വരികയാണ്. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു സാമൂഹ്യ വ്യവസ്ഥിതി ജന്മി കുടിയാൻ വ്യവസ്ഥ, ബന്ധം.
ജന്മിയും കുടിയാനും. ജന്മിയില്ലെങ്കിൽ കുടിയാനില്ല, എന്നാൽ അതിനേക്കാൾ ഉപരി കുടിയാനില്ലെങ്കിൽ ആരില്ല? ജന്മിയില്ല എന്ന സത്യമാണ് ഈ നോവലിലൂടെ ആര് പറയാൻ ശ്രമിക്കുന്ന? തകഴി ശിവശങ്കരപിള്ള പറയാനായി ശ്രമിക്കുന്നത്. ഇവിടെ ഈ നോവലിൽ നിന്നും നമുക്ക് ശ്രദ്ധിക്കേണ്ട ക്യാരക്ടർ, കഥാപാത്രങ്ങളൊന്ന് കോരന്റെ അച്ഛൻ, കോരൻ, ചിരുത, 3 ക്യാരക്ടറാണ്. അവരുടെ കഥാപാത്ര നിരൂപണം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അത് നോട്ട്ബുക്കിൽ എഴുതി തയ്യാറാക്കുക. പിന്നെ പുസ്തകത്തിൽ കുറെ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ കൂടി എന്ത് ചെയ്യുക? നോട്ട്ബുക്കിൽ എഴുതി സൂക്ഷിക്കണം. ചോദ്യങ്ങൾ മാത്രമല്ല, ഓരോ ചോദ്യം എഴുതിയിട്ട് എൻ്റെ ആശയം കൂടി എന്ത് ചെയ്യുക? എഴുതി പങ്കുവയ്ക്കുക. ഇത്തരത്തിൽ വായനക്കാരെ ഏറെ പിടിച്ചിരുത്തുന്ന രചനയാണ് ഏത്? തകഴിയുടെ രണ്ടിടങ്ങ എന്ന് പറയാം. എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ നേരുന്നു. ഇന്നൊരു കാര്യം കൂടി, പുസ്തകം ആവർത്തിച്ച് വായിക്കുക. നോട്ട്ബുക്കിൽ ജീവചരിത്രക്കുറിപ്പിൽ തകഴി ശിവശങ്കരപിള്ള അത് വ്യക്തമായിട്ട് എഴുതി വയ്ക്കുക. എഴുതി വെച്ചാൽ പോരെ, അത് പഠിക്കണം. നോട്ട്ബുക്കിൽ ചോദ്യങ്ങൾ എഴുതിയിട്ട് അതിൻ്റെ ആശയങ്ങൾ, പുസ്തകം വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആശയം കിട്ടും. ആശയങ്ങൾ എഴുതി സൂക്ഷിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി.